എന്തൊരു ചൊറിച്ചില്. പടം ഒരു ആവറേജ് പടമാണ്. ഇത്രയൊക്കെ ഉള്ളൂ, സാധനമേ ഉള്ളൂ. അല്ലാതെ അപ്പുറത്തോട്ട് കയറ്റി ഇത് മഹത്തായ മൈര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു അത്ര വലിയ മൈരൊന്നും അല്ലെന്ന്. ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. പൂളും താങ്കരിയും ഇതൊക്കെയാണ് പറയുന്നത്. എന്നെ ഓസ്കാറിനുണ്ടാക്കാൻ തൊലിക്കാൻ പോവാ ഓസ്കാറിന്. അത് പറയല്ലാരോട് നാണക്കേടായി അത് പറഞ്ഞാൽ. നല്ല കരച്ചിലാണ് ചെകുത്താന്. ചെകുത്താൻ പിന്നെ അങ്ങനെയാണ്. ചെകുത്താന് വേറൊരു തരം ചൊറിച്ചിലാണ്. കോസ്കാറിന് വിടാൻ പോവാ. നിങ്ങൾ എന്തോ കോംപ്രമൈസ് ഒക്കെ ചെയ്തിട്ട് കോസ്കാർ എന്ന് പറയാൻ നാണമുണ്ട്, ഉളപ്പുണ്ട് ഇവനൊക്കെ. എടാ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. കേട്ടു കണ്ടറിഞ്ഞു കഴിഞ്ഞിട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു കേട്ടോ. പൃഥ്വിരാജിന്റെ കഥയൊന്നും മനസ്സിലായിട്ടില്ല. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. ഭയങ്കര വണ്ണം കുറച്ചു, പട്ടറി കിടന്നു, ഞാൻ അവിടെ നിന്ന് നോക്കിയിരുന്നു ആരാണ്ട് തിന്നുന്നത്, പൃഥ്വിയിലുള്ളവരൊക്കെ തിന്നുന്നത് ഞാൻ നോക്കിയിരുന്നു, വെള്ളം ഇറക്കുക എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഇന്റർവ്യൂസ്. പൃഥ്വിരാജ് വരുമ്പോഴേ അല്പത്തരത്തിന്റെ ഒരു ഇത് നമുക്ക് തുടങ്ങും. വല്ല മൂലം കൊണ്ടിരുത്തി ഭജനയോ പാട്ടോ പാടിക്കാന്നല്ലാതെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം. അതൊരു പുകഞ്ഞ കൊള്ളിയ. ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ച ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കെ അയാളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഇവൻ ഡയറ്റ് ചെയ്തപ്പോ വിശന്നു എന്നൊക്കെ പറയുന്നതര ഊളെ വേറെ എവിടെയും കാണാൻ കിട്ടത്തില്ല. അല്ല അങ്ങനത്തെ ഒരു ഊളത്തരം സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനെ ചെയ്യാൻ മടിക്കും. കാരണം കൂറകളുടെ കൂറത്തരൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. നിന്റെയൊക്കെ സമയമാവുന്നേ ഉള്ളടാ കള്ള കടയാടി മോനെ. അല്ലെ പൃഥ്വിരാജിന്റെ ഈ വർത്താനവും ഈ കളിയൊക്കെ കാണുമ്പോർക്ക് എന്തോ മഹത്തായ സിനിമ, പൂർണ്ണമായ രൂപം എന്നൊക്കെയാണ്. നിനക്ക് പിടിച്ചില്ലേ? ഇല്ല. പക്ഷെ ഇതിനകത്ത് ഇത്രയും കോംപ്രമൈസ് ആയിട്ട് മണ്ണം കുറയ്ക്കുന്ന കോംപ്രമൈസ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അവന്റെ ബോധം പിന്നെയും ഇല്ലെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. അതുകൊണ്ട് ചെഗു അത് കാറിനകത്തിരുന്ന് ചൊറിയുക, അല്ലെങ്കിൽ ഫ്ലാറ്റിൽ പോയിരുന്ന് ചൊറിയുക, അതൊക്കെ ചെഗുവിന്റെ ഇഷ്ടം. ചെഗു എവിടെ പോയിരുന്ന് ചൊറിയും. എന്താണെങ്കിലും ഈ ചൊറിച്ചിലുള്ള മരുന്ന് എന്താണെങ്കിൽ നാട്ടുകാർ കൊടുത്തോളും.